എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ അടുത്ത കാലത്ത് എം പിമാരായിട്ട് പോയവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് എം എൽ എമാരായി മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ഏതൊക്കെയായാലും ഒരു സന്തോഷം ഈ ദിവസങ്ങളിൽ കേൾക്കുന്നു. കോൺഗ്രസ്സിനാണ് കൂടുതലും എം പിമാരുള്ളത് കേരളത്തിൽ നിന്ന്. അവരുടെ എം പിമാരെ ഒന്നും ഇങ്ങോട്ട് മത്സരിപ്പിക്കുന്നില്ല എന്നൊരു കാര്യം കേട്ടു. വളരെ സന്തോഷം. വീഡിയോകൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 60 വയസ്സിന് മുകളിലുള്ള മുതുക്കന്മാരെ മത്സരിപ്പിക്കരുത് എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുക. ഈ 60 വയസ്സിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം ഞാൻ ഒരു കഥ പറയാം. ഒരു പുരാണങ്ങളിലുള്ള കഥയാണ്. അതായത് ദൈവം ഇതെല്ലാം സൃഷ്ടിക്കുമ്പോൾ ദൈവം 4 പേരെ സൃഷ്ടിച്ചു എന്നൊരു കഥയാണ്. 4 പേരെ സൃഷ്ടിച്ചു. ഒന്ന് മനുഷ്യൻ, പിന്നൊന്ന് കഴുത, പിന്നൊന്ന് കുരങ്ങൻ, പിന്നൊന്ന് പട്ടി. 4 പേർക്കും 30 വയസ്സ് വെച്ച് ആയുസ് കൊടുത്തു. 4 പേർക്കും 30 വയസ്സ് വെച്ച് ആയുസ് കൊടുത്തു. ആയുസ് കൊടുത്തിട്ട് ദൈവം ഒന്ന് തിരിച്ചപ്പം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ജോലിക്കാരൻ ചോദിച്ചു, എന്നാ ചിരിച്ചെന്ന് ചോദിച്ചു. അതിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ കണ്ടോണം കളി എന്ന് പറഞ്ഞു. എന്നതാണേലും എല്ലാം 4 പേരും അങ്ങോട്ട് പോയി. 4 പേരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യമേ ഈ കഴുത ഇങ്ങ് തിരിച്ചു വന്നു. ഒരു അല്പമാസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴുത ഇങ്ങ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ പണിയെടുത്ത് മടുത്തു. അതുകൊണ്ട് എൻ്റെ ഒരു കുറച്ച് ആയുസ് അങ്ങ് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ വിഴുപ്പ് ചുമന്ന് മടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ചോദിച്ചു, നിനക്ക് എത്ര ആയുസ് വേണം? അവൻ പറഞ്ഞു, എനിക്കൊരു 12 വർഷം മതി, ബാക്കി 30 ഒരു 18 വർഷം ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇങ്ങനെ അന്നേക്കാൻ പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും കുരങ്ങൻ വന്നു. കുരങ്ങൻ പറഞ്ഞു, ഞാൻ ഈ ഇഞ്ചി തിന്ന കുരങ്ങൻ എന്നൊക്കെയാണ് പറയുന്നത്, എങ്ങോട്ട് തിരിഞ്ഞാലും പല്ലുളിക്കുന്നു എന്നും പറഞ്ഞ് എല്ലാം അലമ്പാ, അതുകൊണ്ട് എനിക്ക് ഇത്ര ആയുസ് വേണ്ട എന്ന് ചോദിച്ചപ്പം അവനും ഒരു 18 വർഷം തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പട്ടി പറഞ്ഞു, ഏറുകൊണ്ട് ഞാൻ മടുത്തു, അതുകൊണ്ട് എനിക്ക് ഇത്ര ആയുസ് വേണ്ടെന്നും പറഞ്ഞ് പട്ടി ഒരു 12 വർഷം എടുത്തിട്ട് ബാക്കി 18 വർഷം തിരിച്ചു കൊടുത്തു. അപ്പോഴും ദൈവം ഒന്ന് തിരിച്ചു. അപ്പം സേവകന്മാർ ചോദിച്ചു, എന്നാ ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കണ്ടോളാൻ പറഞ്ഞു കളി. ഇച്ചിരി കഴിഞ്ഞപ്പം മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഒന്നാമത് ജീവിതമൊക്കെ ഒന്നായി വരുമ്പോഴത്തേനും 30 വയസ്സാവും, അന്നേരം ആയുസ് തീർന്നു പോകും, അതുകൊണ്ട് ആയുസ് കുറച്ചും കൂടെ നീട്ടിത്തരണമെന്ന് പറഞ്ഞു. അന്നേരം ദൈവം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനിയും വേറെ ആയുസൊന്നുമില്ല, പിന്നെ ഇവിടെ ഓരോരുത്തർ കൊണ്ടു തന്നെ ആയുസുണ്ട്, ഞാൻ അതുപോലെ വേണേ അങ്ങ് അന്നേക്കാമെന്ന് പറഞ്ഞു. ആരുടെയാണെങ്കിലും വേണ്ടി അല്ലെങ്കിൽ അന്നേക്കാൻ പറഞ്ഞു മനുഷ്യൻ. അങ്ങനെ ആദ്യം കഴുത കൊണ്ടുവന്ന് കൊടുത്ത 18 വയസ്സ് ഇവൻ അങ്ങോട്ട് കൊടുത്തു. അപ്പം 30ഉം 18 48. പിന്നീട് കുരങ്ങൻ കൊണ്ടുവന്ന 18 കൊടുത്തു. അത് ആ 18 എന്ന് പറയുന്നത് 48ഉം 18ഉം 66. ഏറ്റവും ലാസ്റ്റ് ഈ പട്ടി കൊണ്ടുവന്ന് കൊടുത്ത 18, 66ഉം 18ഉം 84. ഇനി മനുഷ്യൻ്റെ ജീവിതത്തിലെ സാഹചര്യം ഒന്ന് നോക്കിയോ. 30 വയസ്സ് വരെ ഒരുമാതിരിപ്പെട്ടവൻ്റെ എല്ലാം ജീവിതം സുഖകരമാണ്. 30 വയസ്സ് മുതൽ 48 വയസ്സ് വരെ അവനെ കുടുംബത്തിന് വേണ്ടി കഴുത പണിയെടുക്കുന്ന പോലെ. ആ കാലത്ത് അവൻ്റെ വിവാഹവും അല്ല അതിന് മുമ്പ് വിവാഹമൊക്കെ നടന്ന ഒരുമാതിരിപ്പെട്ട പിള്ളേരും എല്ലാം വലുതാകും. അപ്പോഴത്തേനും ഭാര്യയും മക്കളും ഒക്കെ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ 48 മുതൽ 66 വയസ്സ് വരെയുള്ള സമയത്ത് ഇവൻ ഈ കുരങ്ങിരുന്ന് വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കാനേ പറ്റുള്ളൂ. കാരണം ഭാര്യയും മക്കളോട് തീരുമാനം എടുക്കുമ്പോൾ എല്ലാം പറഞ്ഞ് അലമ്പുണ്ടാവും വീട്ടിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചുമ്മാ ഇരുന്ന് വല്ലുവിളിക്കാനേ പറ്റുള്ളൂ. പിന്നത്തെ 18 വർഷം ഈ കുരങ്ങൻ്റെ ഈ പ്രായം കഴിഞ്ഞ് 66 കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള 84 ഉണ്ട്. തിണ്ണെ പട്ടിയുടെ ജോലിയാണ്. പട്ടി ഇരിക്കുന്ന പോലെ തിണ്ണയിലിരുന്ന് വിളിച്ച് പറയാം. പട്ടി എന്നാ പറയുന്നത്, ആരെങ്കിലും മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ പട്ടി കുറയ്ക്കുന്ന പറഞ്ഞാൽ തിണ്ണെ കസേര കിടക്കും. ആദ്യമേ കുറച്ച് കാലം ശമ്പളമില്ലാത്ത ഡ്രൈവറായിട്ട് ചിലപ്പം സാധനമൊക്കെ മേടിക്കും. പിന്നെ ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ മേലാത്തതുകൊണ്ട് പിന്നെ അതുമില്ല, എപ്പോഴും തിണ്ണെ തന്നെ കാണും. സത്യത്തിൽ ഒരു പട്ടിയുടെ ജോലിയേ കാണുള്ളൂ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. എന്നാൽ ഇതിൻ്റെ സയൻസ് എന്താണെന്നോട് ഞാൻ പറയാം. സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ജനിക്കുന്ന അന്ന് മുതൽ 5 വയസ്സ് വരെ ശൈശവം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശിശു ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്നാ നടക്കണമെങ്കിലും മറ്റുള്ളവരുടെ സഹായം വേണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. 5 മുതൽ 13 വയസ്സ് വരെ ബാല്യം എന്ന് പറയും. ചൈൽഡ്ഹുഡ്, ബാല്യം എന്ന് പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ് വരെയുള്ള പ്രായം. അത്യാവശ്യം കാര്യങ്ങൾ നടത്തും, എന്നാൽ കുറച്ചൊക്കെ സഹായിച്ചു കൊടുക്കണം, അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം. അത് ആണ് 5 മുതൽ 13 വരെ. ഇനി 14 മുതൽ 22 വരെയുള്ള പ്രായത്തിന് യുവത്വം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ശരീരത്തിനകത്ത് ആളിന് വ്യക്തിത്വം ഉണ്ടാകും, പിന്നെ ഈ സെക്സ്വൽ മെച്യൂരിറ്റിയൊക്കെ ഉണ്ടാകും, കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു പ്രായം. ഇങ്ങനെ ഒരു പ്രായം, ആ സമയത്താണ് എല്ലാം എനിക്ക് വേണം സ്വാതന്ത്ര്യമൊക്കെ നിൽക്കുന്ന ഒരു പ്രായം. 14 to 22. ഇനി 22 to 60 എന്ന് പറയുന്നത് അഡൽഹുഡ് എന്നാണ് പറയുന്നത്. അതിനെ മുതിർന്നവർ എന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ഒരു സമയം. അതായത് 23 മുതൽ 60 വരെ. അതുകൊണ്ടാണ് ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ 60 വയസ്സിനും അതിന് താഴെയും ഈ വർക്കിംഗ് പവർ കുറഞ്ഞെന്ന് അറിഞ്ഞിട്ട് ആളുകളെ പറഞ്ഞു വിടുന്നത്. ഇനി 60 വയസ്സ് മുകളിലോട്ടുള്ളവരെ വിളിക്കുന്നത് ഓൾഡ് ഏജ് പീപ്പിൾ എന്നാണ്. ഓൾഡ് ഏജ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യം ആയ ആളുകൾ എന്നാണ് വിളിക്കുന്നത്. തനി മലയാളം പറഞ്ഞാൽ മുതുക്കന്മാരെന്നാണ് വിളിക്കുന്നത്. ഈ 60 വയസ്സ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വ്യക്തിപരമായി പറഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒരുമിച്ചോ ഭാഗികമായോ ശാരീരികമായും ആരോഗ്യകരമായും മാനസികപരമായും ഒറ്റപ്പെട്ടോ ഒരുമിച്ചോ കോശങ്ങളുടെ നാശങ്ങളുണ്ടായി അതിൻ്റെ ബലഹീനതകൾ തെളിവായി വരുന്ന ഒരു പ്രായമാണ് ഈ 60 തൊട്ട് മുകളിലോട്ട്. ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. ശാരീരികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾക്ക് ബലക്കുറവ്, നടക്കാൻ വയ്യ, നടുവേദന, പെടലി വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശാരീരികമായി. എന്നാൽ ആരോഗ്യകരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ സോഡിയം കുറവ്, പൊട്ടാസ്യം കുറവ്, കാൽസ്യം കുറവ്, മഗ്നീഷ്യം കുറവ്, മസിൽ കയറ്റം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു തങ്കം പ്രശ്നങ്ങൾ. ഇതെല്ലാം കൂടുതലും 60 വയസ്സ് കഴിഞ്ഞാൽ. ഇനി മാനസികപരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ കോശങ്ങൾ ചുരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മശക്തി കുറയും. ഈ വലിയ വികാരത്തള്ളലിൽ ഇങ്ങനെ അതും ഇതും പുലമ്പുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ വല്ലതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പകുതി പേർക്ക് എന്നതാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. എനിക്ക് തന്നെ ഈ കസേര വേണം. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 60 വയസ്സ് മുകളിലുള്ളവർ പറയുന്നത്, ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ 60 വയസ്സിന് മുകളിലുള്ളവർ പൊതുവെ തന്നെ പറയുന്നത് ഈ കസേര എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പഴഞ്ചൊല്ല് പറയുന്നത് തന്നെ 6ഉം 60ഉം ഒരുപോലെ. 6 വയസ്സുള്ള കൊച്ചിൻ്റെ പിടിവാശിയിലോട്ട് പോകും 60 വയസ്സിന് മുകളിലോട്ടുള്ള മുതുക്കന്മാരും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഇതിലോട്ട് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് ഇത് നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇവരെ വിളിക്കുന്നത് തന്നെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഓൾഡ് ഏജ്, കിളവന്മാർ. ഈ കിളവന്മാർ, മുതുക്കന്മാരെ ഇവരുടെ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഈ പരിപാടിക്ക് പറ്റിയല്ലോ. ഞാൻ പറയുന്നത്, എനിക്ക് 53 വയസ്സുണ്ട്. എന്നെക്കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ പറ്റുമെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം. അപ്പോൾ 60 വയസ്സാകുമ്പോൾ അവസ്ഥ എന്താകും? ഇനി കേരളത്തിലെ നല്ലൊരു ശതമാനം രാഷ്ട്രീയക്കാരെ നോക്കിക്കേ. ഇവിടെ കേരളത്തിലെ പൊതുവെ 60 വയസ്സായ അപ്പാപ്പനാണ് വടിയും കുത്തിപ്പിടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടാകാൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം 69, 70, 80 മുകളിലുള്ള പിശാചുകളുമുണ്ട്. ഒറ്റയൊരെണ്ണം ഇറങ്ങിപ്പോവുകയില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് സമൂഹത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത് ഓർമ്മക്കുറവ്, രണ്ടാമത് സോഡിയം കുറയുന്നു, പൊട്ടാസ്യം കുറയുന്നു, മഗ്നീഷ്യം കുറയുന്നു, ഓരോന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ വെപ്പപ്പ വെച്ച് നിൽക്കുക. ഇങ്ങനെയുള്ളതുങ്ങളൊക്കെ വന്നിരിക്കുമ്പം മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുകയില്ല. ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത 300 കൊല്ലം കൂടെ ഞാൻ ജീവിച്ചിരിക്കും, എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കി, ദുബായി ഉണ്ടാക്കി, അല്ലെങ്കിൽ എനിക്ക് അമേരിക്ക കൊണ്ടേ ഉണ്ടാക്കി, കാനഡയെ കൊണ്ടേ ഉണ്ടാക്കി, എന്നാലും ഇത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു പഴഞ്ചൊല്ലങ്ങ് പറയാം, വയ്യാത്ത പട്ടി കയ്യാല കയറാൻ നിൽക്കരുത്. ഇനി ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അവരുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അവരുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നിരിക്കുക, മരിക്കുന്നത് വരെ എന്നതിലും വേണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏതൊക്കെയാലും ബോധം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർക്കൊരു ശകലം ബോധം ഉണ്ടായി. അങ്ങോട്ട് MP-മാരായി പോയവനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് അവർക്കൊരു ബോധം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്ന. അഭിനന്ദനം അർഹിക്കുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ആ 20 പേർ അവിടെ നിൽക്കട്ടെ, അല്ലെ 18 പേര്. എന്നിട്ട് ഇവിടെ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൊടുക്കും. പുതിയ ചെറുപ്പക്കാർ വരട്ടെന്നേ. അവരോടി നടക്കാൻ ആരോഗ്യമുള്ള കാലത്ത് അവരത് ചെയ്യട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. ഈ വിത്തുകാളയായിട്ടുള്ളവന്മാരെ കൊണ്ടുവരരുത്. ഈ പെണ്ണുകേസും പീഡനവും അതും ഇതൊക്കെ ആയിട്ടുള്ള വിത്തുകാളകളായിട്ട് നടക്കുന്നവന്മാരെ കൊണ്ടുവരാതെ ഒരുവിധം മര്യാദയുള്ള ആളുകൾ, പുതുതായിട്ട് ആളുകൾ വരട്ടെ. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇത് അംഗീകരിക്കുകയല്ലെങ്കിലും കേരളത്തിലെ പൊതുജനത്തോട് പറയട്ടെ, 60 വയസ്സിന് മുകളിലോട്ട് മത്സരിക്കുന്നവരെ തെരഞ്ഞു പിടിക്കണം, തോപ്പിക്കണം. ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, 70 കഴിഞ്ഞ ഒറ്റ ഒരുത്തനെ പോലും ഒരു കാരണവശാലും ജയിപ്പിക്കരുത്. ഈ ഒരു പ്രാവശ്യം ഇത് നമ്മൾ നോക്കിയാൽ ജനം ഇത് ചിന്തിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയക്കാർക്ക് പിടികിട്ടിയ ഇവന്മാർ പുറകോട്ട് പോയിക്കോളും. ജനം ഇത് ചിന്തിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയക്കാർക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ 70-ന് മുകളിൽ പ്രായമുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവർ ട്രീറ്റ്മെൻ്റ് എന്നും പറഞ്ഞ് ഇവർ സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ എഴുതിയെടുക്കും. ഇവർ രാജ്യം മുഴുവൻ നടന്ന്, ലോകം മുഴുവൻ നടന്ന് ഇവർ ട്രീറ്റ്മെൻറ്റ് നടത്തും. ഇവർ കണ്ണാടി വരെ എഴുതുന്ന എത്ര രൂപയുടെ എഴുതിയെടുക്കുന്നത്. അതുകൊണ്ട് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവന്മാരെ എത്ര എണ്ണം മത്സരിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അവിടെ രാഷ്ട്രീയം നോക്കരുത്, മുന്നണി നോക്കരുത്. മുന്നണിയൊന്നും വേണ്ടതേ, അത് അവസാനം ജയിച്ച് വരുന്ന ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് അതൊക്കെ ഭരിക്കും. അപ്പോൾ അതുകൊണ്ട് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒറ്റ ഒരുത്തം മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യണം. ഞാൻ എന്നെ കേൾക്കുന്ന പൊതുജനത്തോടാണ് പറയുന്നത്, അവരെ തോപ്പിച്ച് വിട്ടാൽ അവർ സംസ്ഥാനത്തിന് പിന്നെ വലിയൊരു പരിരക്ഷ അവർക്ക് കൊടുക്കേണ്ടി വരികയില്ല. ആ പെൻഷനൊക്കെ കൊടുക്കുന്ന കാണുകയുള്ളൂ, നേരത്തെ MLA ഒക്കെ ആണെങ്കിൽ. അതുകൊണ്ട് ജനം ഈ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ ഈ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ പ്രാവശ്യം പിടിക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് 60 വയസ്സിലേക്ക് ആക്കണം. 60 വയസ്സിന് മുകളിലോട്ട് ഇത് വേണ്ടെന്നാണെങ്കിൽ ഇത് നല്ലൊരു കണ്ടീഷനാകും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പ്രസിഡൻറ്റിനൊക്കെ 2 പ്രാവശ്യമേ പറ്റുള്ളൂ.
പ്രായപരിധി അവിടെ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ ആയുസ് ദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ 80 എന്ന് പറയുമ്പോഴത്തേനും അങ്ങ് തീർത്തില്ലെന്നാകും ആളുകൾ. അതുകൊണ്ട് ഈ പ്രാവശ്യം 70-ന് മുകളിൽ പ്രായമുള്ളവർക്ക് വോട്ട് ചെയ്യരുതെന്നും അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴത്തേനും ഇത് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടെന്ന് 60-ന് മുകളിലുള്ളവന് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഈ മുതുക്കന്മാർ ഓൾഡ് ഏജ് വീട്ടിലിരുന്നോളും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതായിരിക്കും. പുതിയ പിള്ളേർക്ക് പുതിയ കാര്യങ്ങളും പുതിയ വളർച്ചാ സംവിധാനങ്ങളും ഒക്കെ അറിയാം, സാങ്കേതികവിദ്യ അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അവസരം ഉണ്ടാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.